ചങ്ങായിമാരെല്ലാവർക്കും സുഖല്ലേ? ഞാനുണ്ടല്ലോ ഈ കാസക്കാരായ പള്ളിയിലെ ചമ്മറിലെ അവരെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ കുറെ കാസ അടിമകൾ വന്നിട്ട് പറയും, ഈ നമ്മളെ കേരളത്തിലെ എല്ലാ പള്ളിയിലെ ചമ്മറിയും എന്തിനാണ് വർഗീയവാദികളാന്ന് പറയുന്നതെന്ന്. ഞാൻ ആദ്യമേ ആ കാസ അടിമകളോട് പറട്ടെ, ഞാൻ കേരളത്തിലെ എല്ലാ പള്ളിയിലെ ചമ്മറിയും കാസക്കാരെന്ന് പറഞ്ഞില്ല. കാസകളായ, അതായത് യൂദാസുകളായ പള്ളിയിലെ അച്ചന്മാരെ മാത്രമേ ഞാൻ കാസകൾ എന്ന് പറയുന്നുള്ളൂ. അത്ര യൂദാസുകളായ കാസ അച്ചന്മാരല്ലേ, അവർക്കെതിരെ ഇനിയും ഞാൻ വീഡിയോ ചെയ്യും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, നിങ്ങൾ എന്തൊക്കെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇനിയും അവർക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാനിപ്പോ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം, നമ്മളെ കേരളത്തിൽ ഇത്രമാത്രം കാസകളായ വൈദികന്മാരുണ്ടല്ലോ, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്തരത്തിലൊരു കാസ വൈദികം പറഞ്ഞൊരു വൃത്തികേടാണ് ഞാൻ നിങ്ങളെ ഇന്നും കേൾപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ആ ക്രിസംഗി വൈദികന്റെ പേരാണ് ഫാദർ സെബിൻ തൂമുള്ളിൽ. പേരെല്ലാം ഒരു ഒന്നൊന്നര പേരാണ്, പക്ഷെ എന്താ പറഞ്ഞിട്ട് കാര്യമില്ല, ക്രിസംഗി ആയിപ്പോയി, ഒരു പക്കാ ക്രിസംഗി. ഒരു 2 മിനിറ്റ് നേരം നിങ്ങളുണ്ടല്ലോ ഈ ക്രിസംഗി വൈദികം പറഞ്ഞ വൃത്തികേട് സഹിച്ചേ പറ്റൂ. അതിനുശേഷമുള്ള ഒരു യഥാർത്ഥ വൈദികൻ എങ്ങനെയായിരിക്കണമെന്ന് ഒരു വൈദികം പറഞ്ഞിരുന്നുണ്ട്. അതായത് ഈ ക്രിസംഗി വൈദികനെ കണ്ടില്ല, കണ്ടം വഴി ഉണ്ടല്ല ഒരു യഥാർത്ഥ വൈദികനെ ഓട്ടിക്കുന്നുണ്ട്. എന്തായാലും ആദ്യം തന്നെ ഈ ക്രിസംഗി വൈദികം പറഞ്ഞ വൃത്തികേട് കേൾക്കാം, അതിനുശേഷം യഥാർത്ഥ വൈദികൻ ഇയാൾക്ക് കൊടുക്കുന്ന അടിപൊളി മറുപടി കേൾക്കാം. ചേട്ടന്മാരെ ചേച്ചിമാരെ, കേരള സ്റ്റോറിയുടെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം ഒത്തിരിയേറെ വിവാദങ്ങളും. അതിൽ പ്രധാനപ്പെട്ട വിവാദം ആ സിനിമയിലെ നായിക കഥാപാത്രത്തിന് നിർബന്ധിച്ച് ബീഫ് നൽകുന്ന രംഗമാണ്. കേരളത്തിലെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ ചില സംഘടിത താല്പര്യക്കാർ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിനെതിരെ പ്രകോപിതരാകാൻ കാരണമായിട്ട് തീർന്നിരിക്കുന്നത്. ചോദ്യം ഇതാണ്, ഈ സിനിമ പറഞ്ഞിരിക്കുന്ന പ്രധാന ഇതിവൃത്തം ബീഫാണോ, അതോ കേരളത്തിലും ഭാരതത്തിലും വിവിധ ഇടങ്ങളിൽ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ നിർബന്ധിത മതപരിവർത്തനത്തിന്, പ്രണയത്തിന്റെ മറവിൽ വിവാഹിതരായി അതിനുശേഷം നിർബന്ധിതമായിട്ട് മതപരിവർത്തനത്തിന് വിധേയരാക്കപ്പെടുന്നുവെന്ന് ഹൈന്ദവ ക്രൈസ്തവ സംഘടനകളും നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയത്തെ ഒരിക്കൽ കൂടി പൊതുജന സമക്ഷത്തിലേക്ക് എത്തിക്കുകയാണ്. നമുക്കെപ്പോഴും ഉള്ളൊരു പ്രശ്നം, യഥാർത്ഥത്തിൽ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാതെ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് വലിയ കാര്യത്തെ മറന്നുപോകുന്ന ഒരു പ്രതിസന്ധിയാണ്. ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നീതി എന്ന് പറയുന്നത് അത് അർഹതപ്പെട്ടവനിലേക്ക് എത്തേണ്ടതാണ്. ആ നീതി അത് ഒരു വ്യക്തിക്കാണെങ്കിലും 100 വ്യക്തികൾക്കാണെങ്കിലും നീതി ലഭിക്കുക തന്നെ ചെയ്യണം. നീതി ലഭിക്കാനാണ് നമ്മൾ പ്രതികരണങ്ങൾ നടത്തേണ്ടത്. എങ്കിൽ കേരള സ്റ്റോറി ഒരു നീതിയുടെ പോരാട്ടമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഒരു കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കടുവ ഇറങ്ങിക്കഴിയുമ്പോൾ മനുഷ്യരെ കൊന്നു തിന്നുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ടത് ഭരണാധികാരികളാണ്, അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവർ അത് ചെയ്യാതെ വരുന്ന സാഹചര്യത്തിൽ സ്വന്തം കൂടപ്പിറപ്പിനെയും മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ ഏതൊരു വ്യക്തിയും ചെയ്യുന്ന ഒരു കാര്യം, ഇതാ കടുവ ഇറങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, കടുവ പിടിച്ചു കഴിഞ്ഞാൽ ജീവിതവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കുകയാണ്. കേരള സ്റ്റോറി എന്ന സിനിമ ഒരു തരത്തിൽ ഈ ഒരു ബോധവൽക്കരണമാണ്. കടുവയിൽ നിന്ന് സ്വന്തം പെങ്ങളെയും ഭാര്യയെയും മകളെയും രക്ഷിക്കാൻ നടത്തുന്ന ഒരു ബോധവൽക്കരണം. അതുകൊണ്ട് കടുവകൾ നാട്ടിലുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ആ ബോധവൽക്കരണത്തിന്റെ ഭാഗമാക്കി തീർന്ന് ആ കേരള സ്റ്റോറിയിൽ പറഞ്ഞു വെക്കുന്ന കാര്യത്തിന്റെ ഗൗരവം കുടുംബാംഗങ്ങളിലേക്ക് എത്തിക്കാൻ, പ്രത്യേകിച്ച് പെൺകുട്ടികളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഇത്രമാത്രം മനസ്സിൽ വെറുപ്പും വിദ്വേഷവും കൊണ്ടുനടക്കുന്ന ഈ ചങ്ങായി ഉണ്ടല്ല, പള്ളിയില് മറ്റുള്ളവർക്ക് ദൈവത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചൊക്കെ എങ്ങനെയാ ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റുന്നത്? ഇയാളെ കൊണ്ടൊന്നും അത് പറ്റില്ല കേട്ടാ. നന്മയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചൊന്നും ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഈ ചങ്ങായിനെ കൊണ്ട് പറ്റില്ല. ഈ ചങ്ങായി കണ്ടില്ല, വേണമെങ്കിൽ ശാഖയെ പോയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും. എന്റെ വൈദിക വേഷധാരി ഈ സിനിമ കുറ്റം പറഞ്ഞത് ആരെയാണ്? അതൊന്ന് ആലോചിച്ചേ. ആരെയാണ് ഈ സിനിമ കുറ്റം പറയുന്നത്? നമ്മളെയാണ്, മലയാളിയാണ്. അല്ലാണ്ട് മുസ്ലിമിനെ മാത്രമല്ല കുറ്റം പറഞ്ഞത്, നമ്മളെ മൊത്തത്തിലാണ് കുറ്റം പറഞ്ഞത്. എന്റെ വൈദിക വേഷധാരി, നമ്മൾ വളർന്നു വന്ന രീതിയും നമ്മൾ ജീവിച്ചു വന്ന രീതിയും നമ്മളിപ്പോ ജീവിക്കുന്നില്ലേ, ഈ ജീവിക്കുന്ന രീതി അടക്കാണ് ഈ സിനിമ കുറ്റം പറയുന്നതും ഈ സിനിമ കളിയാക്കുന്നതും. പക്ഷെ അന്ധമായ സംഘിസ്നേഹമില്ലേ, ആ സംഘിസ്നേഹം ബാധിച്ചുകൊണ്ട് താങ്കൾക്ക് അതൊന്നും കാണാൻ പറ്റുന്നില്ല എന്റെ വൈദിക വേഷധാരി. അതുകൊണ്ട് ഇങ്ങനെയുള്ള താങ്കളൊക്കെ ഉണ്ടല്ലോ, യൂദാസിന്റെ മനസ്സുള്ള താങ്കളൊക്കെ ഉണ്ടല്ല, ഈ തിരുവസ്ത്രം ധരിക്കാൻ വേണ്ടി ഒരു നിമിഷം പോലും യോഗ്യനല്ല. താങ്കൾ ഈ വീട്ടിൽ ഭയങ്കരമായ കാര്യത്തിൽ പറഞ്ഞല്ല, സഹോദരിമാരെയും മക്കളെയൊക്കെ ഈ സിനിമ കാണിക്കണം. ഈ സിനിമയല്ല താങ്കൾ സഹോദരിമാരെയും മക്കളെയും കാണിക്കേണ്ടത്. മണിപ്പൂരിനെ കുറിച്ച് പഠിപ്പിക്കണം. മണിപ്പൂരിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് സഹോദരിമാരെയും മക്കളെയും പഠിപ്പിക്കേണ്ടത് വൈദിക. മണിപ്പൂരിൽ താങ്കളുടെ സഹോദരിമാരെയും മക്കളെ ആക്രമിക്കുന്നത് ഇതേ സിനിമയുടെ തത്വശാസ്ത്രമില്ലേ, ആ തത്വശാസ്ത്രം കൊണ്ടുനടക്കുന്ന സംഘപരിവാറുകാരാണ്. എന്നിട്ട് താങ്കൾ നാണവും അല്ലാണ്ട് അതേ സംഘപരിവാറിനെ വെളുപ്പിക്കാനാ നോക്കുന്നത്. ദൗർഭാഗ്യവശാലല്ല, താങ്കൾക്ക് അത് മനസ്സിലാകുന്നില്ല. കാരണമില്ല, താങ്കളുടെ മനസ്സിൽ അല്പം പോലും നന്മയില്ല. നന്മ മാത്രമല്ല, ഒരു വൈദികന് വേണ്ട യാതൊരു ഗുണവും നിങ്ങളെ മനസ്സിലില്ല. നിങ്ങൾക്കുള്ള ഗുണം എന്താ അറിയാം? ഒരു യൂദാസ് ആകാനുള്ള എല്ലാ ഗുണവും നിങ്ങൾക്ക്.
താങ്കൾക്കുണ്ട്. ഇനി ഞാൻ താങ്കൾക്കുണ്ടല്ലോ യഥാർത്ഥ പുരോഹിതൻ, ഒരു യഥാർത്ഥ പുരോഹിതൻ എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം കേട്ടോ. അത് വേറെ ആരുമല്ല, ഫാദർ ജെയിംസ് പനവേലിൽ. മുത്താണ്, മുത്ത്. വൈദികൻ എന്നൊക്കെ പറഞ്ഞിട്ടല്ല, ഇതാണ് ഫാദർ പനവേലിൽ. വാ കൃസംഗി വൈദിക എന്നിട്ടില്ല, യഥാർത്ഥ വൈദികൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും എങ്ങനെയാണ് സമൂഹത്തെ കാണേണ്ടതെന്നും ഫാദർ പനവേലിൽ ക്ലാസ് എടുക്കുന്നത്. അത് കേട്ടില്ലെങ്കിലും താങ്കളുടെ ചാണക തലയിൽ ലേശമെങ്കിലും ബുദ്ധി വരുമോ നമുക്ക് നോക്കാല്ലേ. വാ. ഏതായാലും എന്റെ ഇടവകയിൽ ഞാൻ കാണിക്കേണ്ടത് കേരള സ്റ്റോറി അല്ല, അതെന്റെ ബോധ്യമാണ്. ഇത്തരത്തിലുള്ള പ്രൊപ്പഗാണ്ടയാണ് പ്രചരിപ്പിക്കപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മണിപ്പൂരിനെ മറക്കരുതെന്ന് പറയണം, പറഞ്ഞുകൊണ്ടിരിക്കണം. ശരിയാണ്, മണിപ്പൂരിന്റെ ഇഷ്യൂസ് കഴിഞ്ഞിട്ട് എത്ര നാളായി, ഞാൻ ഇപ്പോൾ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടും ഇല്ല. പക്ഷേ മറ്റൊരു കേരള സ്റ്റോറി പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുമ്പോൾ ഞാനത് പറഞ്ഞേ പറ്റുള്ളൂ. കലർപ്പുകൾ ഉണ്ടാവാത്തൊരു സംഭവം ചേർന്നാൽ എപ്പോഴും നല്ലത്. സംശയത്തിന് നിഴലിലേക്കെങ്കിലും നമ്മൾ നയിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് ബോധപൂർവ്വം മാറ്റി വെക്കുന്നതാണ്. സോ കണ്ടന്റ് സെലക്ഷൻ വാസ് കംപ്ലീറ്റ്ലി റോങ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പ്രണയത്തിന്റെ ചതിക്കുഴികളെ പറ്റിയൊക്കെ പറഞ്ഞ് ബോധവൽക്കരിക്കാനാണെങ്കിൽ എത്രയും നല്ല സിനിമകളുടെ റിലീസായിട്ടുണ്ട്. ഇപ്പോൾ മുസ്തഫ എന്ന് പറയുന്ന ഒരു മുസ്ലിം തന്നെ സംവിധാനം ചെയ്ത കപ്പേള എന്ന് പറയുന്ന സിനിമയുണ്ട്, ഉടൽ എന്ന് പറയുന്ന സിനിമയുണ്ട്, ജോജി എന്ന് പറയുന്ന സിനിമയുണ്ട്. ഇതെല്ലാം മനുഷ്യരിലെ അക്രമവാസനകളെ പറ്റിയും അവയർനെസ് ആവണെ പറ്റിയൊക്കെ പറയുന്ന സിനിമകളല്ലേ. പക്ഷേ ഇതൊരു പ്രൊപ്പഗാണ്ടയുടെ ഭാഗമാണെന്ന് പ്രകടമായി തന്നെ ആരോപണമുള്ള ഒരു സിനിമ എന്തുകൊണ്ട് സഭ എടുക്കുന്നു? സഭ മാറ്റം തന്നെ തരുന്നില്ലേ? അല്ലെങ്കിൽ സ്പോട്ട്ലൈറ്റ് പോലുള്ള സിനിമകളുണ്ട്, രണ്ട് പോലുള്ള സിനിമകളുണ്ട്, അതൊക്കെ OTT പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ അത്തരം സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യത്തിൽ വിവേകം കാണിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇനി അതിനെ കൗണ്ടർ വിറ്റ്നസ് ചെയ്യാനാണോ അല്ല കൗണ്ടർ ആർഗ്യുമെന്റ് ആയിട്ടാണോ ഞാൻ ചെയ്യുന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഇത് വളരെ നാച്ചുറലായിട്ട് സംഭവിച്ചെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് IBC എന്നുള്ളത് സാധാരണ എല്ലാ കത്തോലിക്ക ഇടവകകളിലും അവധിക്കാലത്ത് കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഫെയ്ത്ത് ഫോർമേഷൻ്റെ അല്ലെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രോഗ്രാംസാണ്. സാധാരണ സൺഡേ കാറ്റഗറീസിനേക്കാളും കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് കുട്ടികളെ കൂടി എൻഗേജ് ചെയ്യിപ്പിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ രൂപത്തിലൊക്കെ അതിന് ഓരോ തീമുകളുണ്ടാവും, അതിന് ടെക്സ്റ്റുകൾ ഉണ്ടാവും, അവർ ഫോളോ ചെയ്യാറുണ്ടാവും. അത് അപ്പോൾ ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ ഇത് ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് കുട്ടികളുടെ 1 മുതൽ 12 വരെയുള്ള കുട്ടികളുടെ ഇടയിൽ തന്നെയാണ് ഈ സംഭവം ഇപ്പോൾ പ്രചാരം കൊടുത്തിരിക്കുന്നത്. അവരെ കാണിച്ചിരിക്കുന്നത് 3 മണിക്കൂർ വരുന്ന സിനിമയാണ് ഓർക്കണം. ഈ വേനലവധി കാലത്ത് ഞങ്ങൾക്ക് ഉച്ചവരെ പ്രോഗ്രാം നടത്താൻ പറ്റുന്നുള്ളൂ, കാരണം അത്രയും സമയം നമുക്കുള്ളൂ. അതിനിടയ്ക്ക് ഇത്രയും ഒരു സ്പാം ഇതിന് വേണ്ടി നമ്മൾ സ്പാം കൊടുക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തതെന്ന് നമ്മൾ ഉള്ളിൽ പെട്ടെന്ന് ചോദ്യം തോന്നും. പക്ഷെ പെട്ടെന്ന് നമുക്കൊരു ചിന്ത വന്നത്, എനിക്ക് ക്യൂവിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. എന്നെ വിളിച്ച് നിങ്ങൾക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആശയം എൻ്റെ മനസ്സിൽ വരുന്നത്. എന്തുകൊണ്ടും നമ്മൾ മറുപടി പറയുന്നതിനേക്കാൾ ഒരു കൗണ്ടർ ആക്ഷൻ നടത്തിക്കൂടാ. അപ്പോൾ ആ സമയത്ത് ഏറ്റവും ദൈവാധീനം അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ഇടവകയിൽ ഇൻറ്റൻസീവ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാനായിട്ട് പ്രത്യേക ഡേറ്റ് സെലക്ട് ചെയ്തതല്ല, വളരെ ഓട്ടോമാറ്റിക്കലി അത് വന്നു എന്നുള്ളതാണ്. അതിൻ്റെ ലാസ്റ്റ് ദിവസമാണെന്ന്. എന്തുകൊണ്ട് ആ ദിവസം തീരുന്നതിന് മുമ്പ് അതേ വേദിയിലൂടെ മറ്റൊരു സംഭവം എനിക്ക് ചെയ്തുകൂടാ? ഏതായാലും എൻ്റെ ഇടവകയിൽ ഞാൻ കാണിക്കേണ്ടത് കേരള സ്റ്റോറി അല്ല, അതെൻ്റെ ബോധ്യമാണ്. അപ്പോൾ ഉറപ്പായിട്ട് അത് ചെയ്യില്ല എന്നുള്ളത് നമ്മുടെ ബോധ്യമാണ്. പിന്നെ എന്ത് ഇത്തരത്തിലുള്ള പ്രൊപ്പഗാണ്ടയാണ് പ്രചരിപ്പിക്കപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മണിപ്പൂരിനെ മറക്കരുതെന്ന് പറയണം, പറഞ്ഞുകൊണ്ടിരിക്കണം. ശരിയാണ്, മണിപ്പൂരിന്റെ ഇഷ്യൂസ് കഴിഞ്ഞിട്ട് എത്ര നാളായി, ഞാൻ ഇപ്പോൾ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടും ഇല്ല. പക്ഷേ മറ്റൊരു കേരള സ്റ്റോറി പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുമ്പോൾ ഞാനത് പറഞ്ഞേ പറ്റുള്ളൂ, മണിപ്പൂരിനെ മറക്കരുതെന്ന്. അപ്പോൾ അത് പറയാനുള്ള ഒരു വേദി എനിക്ക് വളരെ നാച്ചുറലായിട്ട് കിട്ടി. ആ കറക്റ്റ് ഹിറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഹിറ്റ് ചെയ്യുക അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്വീകാര്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഈ സാഞ്ചോപുരം എന്ന് പറയുന്ന ഞാനിപ്പോൾ അംഗമായിരിക്കുന്ന ഇടവക എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ മെയ് മാസം തൊട്ട് ഈ മണിപ്പൂരിൽ ഇഷ്യൂസൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയം തൊട്ട് കൃത്യമായ നിലപാടുകൾ വിളിച്ചു പറഞ്ഞൊരു ഇടവകയാണ്. കൃത്യമായ പ്രതിഷേധങ്ങൾ അറിയിച്ചു. അതോടൊപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യത്തെ തെരുവുനാടകങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഇടവകയിലെ സാഞ്ചോപുരത്തെ യൂത്താണ്. ആ തെരുവുനാടകങ്ങൾ പിന്നീട് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കപ്പെട്ടത്. അപ്പോൾ അന്ന് തൊട്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തമായി സ്റ്റാൻഡേർഡ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധ്യയന വർഷത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ പോലെ ഇത് കുട്ടികളിലേക്ക് എന്താണ് ശരിക്കും അവിടെ നടന്നത് മണിപ്പൂരിൽ, അതിൻ്റെ ഫാക്ട്സ് ആൻഡ് റിയാലിറ്റീസ് എന്താണ് എന്ന് കുട്ടികളിലേക്ക് ഒരു ഇൻഫർമേഷൻ പോലെയും, അതോടൊപ്പം തന്നെ നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത്. ഇരയാക്കപ്പെട്ടൊരു ജനതയാണ്. സോ നമ്മൾ നിൽക്കേണ്ടത് ഇരയുടെ കൂടെയാണ്, വേട്ടക്കാരന്റെ കൂടെ അല്ല. കണ്ടോ, ഇതൊക്കെയാണ് യഥാർത്ഥ വൈദികം കേട്ടോ. എനിക്ക് ആദ്യം സംസാരിച്ച ആ വേട്ടാവളിനില്ലേ, ആ വേട്ടാവളിനോടാ പറയാനുള്ളത്. നിങ്ങളുണ്ടല്ലോ ഈ ഫാദർ പനവേലില്ലേ, ഈ പനവേലിന്റെ അടുത്ത് വന്നിരിക്കണം കേട്ടാ. മൂപ്പറുടെ ഡ്രസ്സ് ഉണ്ടല്ല, ഡ്രസ്സൊക്കെ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ല ചിലപ്പോ ഒരു നന്മയുണ്ടല്ല താങ്കളിലേക്കും ചിലപ്പോൾ വന്നു പോകും. അല്ലാതെ ആദ്യം സംസാരിച്ച വേട്ടാവളിയാ. താങ്കൾക്കൊരു നന്മയുള്ള മനുഷ്യനോ ഒരു വൈദികനോ ഒരിക്കലും ആകാൻ പറ്റില്ല. ആകെ ആകാൻ പറ്റുന്നത് ഒരു യൂദാസ് മാത്രമേ ആകാൻ പറ്റുന്നില്ല, ഒരു യൂദാസാണ് താങ്കൾ ഇപ്പോ. കാസ വൈദിക, താങ്കളോടുണ്ടല്ല ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയൊന്നും സംസാരിക്കാൻ പറയുന്നില്ല. താങ്കൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയൊന്നും സംസാരിക്കണ്ട. താങ്കളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടെങ്കിലും ആഴ്ചയിൽ, ദിവസവും വേണ്ട, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? എവിടെ ആഴ്ചയിൽ പോയിട്ട് മാസത്തെ പോലെ നിങ്ങൾക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. സംഖ്യകൾ ഒരുപാട് കാര്യങ്ങൾ എഴുതി തന്നിട്ടില്ല. ആ എഴുതി തന്ന കാര്യങ്ങൾ മാത്രമല്ലേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂ. നിങ്ങൾ മാറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മടിയിലുള്ള കനമുണ്ടല്ല, ആ കന സംഖ്യകൾ വന്നിട്ട് അങ്ങ് കൊണ്ടുപോകുമല്ലോ. ആ പേടി നല്ലോണം ഉണ്ടല്ലോ നിങ്ങൾക്കല്ലോ. പക്ഷെ ഈ ഫാദർ പനവേലില്ലേ, ഇവർക്കൊന്നും ആ പേടിയില്ല. കാസ വൈദിക ഇവരൊക്കെ ഉണ്ടല്ല, ഇവരാണ് യഥാർത്ഥ വൈദികര്. പക്ഷെ എന്താണ് നിങ്ങളെ കാസകളെല്ലാം കൂടി ഈ യഥാർത്ഥ വൈദികരിലുണ്ടല്ല ഇരുന്ന് തെറി വിളിക്കും. പക്ഷെ അങ്ങനെ തെറി വിളിച്ചുകൊണ്ടൊന്നും ഒരിക്കലും തോറ്റുപോകുന്ന മനുഷ്യനല്ല ഈ ഫാദർ പനവേലി. കണക്ക് മൂപ്പറ നല്ലോണം അറിയാം. മൂപ്പറുണ്ടല്ല ആൺകുട്ടിയാണ്, ആൺകുട്ടിയായ വൈദികനാണ് മൂപ്പർ. അപ്പൊ ഈ കെട്ടകാലത്ത് ഇതുപോലത്തെ ഒരുപാട് കൃസംഗി വൈദികർ ഉണ്ടാകുമ്പോഴും നട്ടലുള്ള ആൺകുട്ടിയായ ഫാദർ പനവേലിൽ പോലുള്ള ഒരു വൈദികനെങ്കിലും ഉണ്ടാകുന്നുണ്ടല്ലോ. അതാണ് നമ്മുടെ ആകെയുള്ള ഒരു പ്രതീക്ഷ. ഇതുപോലുള്ള 1000 കൃസംഗിക്ക് ഈ ഒരു ഫാദർ പനവേലിൽ മാത്രം മതിയാകും. അപ്പൊ യഥാർത്ഥ വൈദികനായ ഫാദർ ജെയിംസ് പനവേലിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.